ഡാനി അകത്താണുള്ളത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ. പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഏതൊക്കെ നേതാക്കളാണ്, പ്രമുഖരാണ് അവിടെ ഉള്ളത്? വേദിയിൽ ആരൊക്കെ സംസാരിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് വിവരമുണ്ടോ? അശ്വതി, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തും. അതായത് മധ്യ കേരളം കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു നേതാക്കളും വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ വലിയൊരു ആവേശത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നു. കാരണം ഇത് 5 മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്യുന്നു. 5 മണ്ഡലം ഇവിടേക്ക് എത്തിച്ചേരും. സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ആലത്തൂരിൽ നിന്ന് വി.എൻ. സരസുവും, ഒപ്പം തന്നെ പൊന്നാനിയിൽ നിന്ന് ഇനിത സുബ്രഹ്മണ്യൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഒപ്പം തന്നെ മലപ്പുറത്തെയും ചാലക്കുടിയിലെയും NDA സ്ഥാനാർത്ഥികൾ കൂടി ഇവിടേക്ക് വരുന്നു. അങ്ങനെ ഈ മേഖലയിൽ ഇവിടെ അദ്ദേഹം പ്രധാനമന്ത്രി ഇവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ പ്രവർത്തകരിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള 11 ദിവസം വലിയ ആവേശവും ഊർജ്ജവും എല്ലാം അത് സമ്മാനിക്കും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. ആ ദിവസങ്ങളിലേക്ക് പ്രവർത്തകരെ പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ആവേശം എത്തിക്കുക, കൂടുതൽ പ്രവർത്തകരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, കൂടുതൽ പേരെ NDA ഉയർത്തുന്ന ആശയങ്ങൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം തന്നെയാണ് അദ്ദേഹം പ്രവർത്തകരോട് അഭിസംബോധന ചെയ്യുമ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രകടന പത്രികയിലടക്കം ഉയർത്തി കാട്ടിയ കാര്യങ്ങൾ, അതിൻ്റെ ഒരു വിശദീകരണം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നിവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, നമുക്കറിയാം തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇവിടേക്ക് വരികയും ഒപ്പം വളരെ സ്പെസിഫിക്കായി ആ കരുവന്നൂർ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും പിന്നീട് ആ കരുവന്നൂർ വിഷയം അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും എല്ലാം തന്നെ ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അത് EDയുടെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു മൂർധന്യത തന്നെയാണ് അദ്ദേഹവും ഇവിടേക്ക് വരുന്നത്. ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പലരും തന്നെയും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം പ്രവർത്തകരായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരും അദ്ദേഹത്തെ കാണുന്നതിൽ വളരെ ആവേശത്തോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കഴിഞ്ഞിടെ ഉണ്ടായ സന്ദർശനങ്ങളെല്ലാം തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ളൊരു കാര്യങ്ങളിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം അത് വലുതായിരുന്നു. വലിയ ആവേശത്തിലേക്കാണ് ഈ റോഡ് ഷോ അടക്കം മാറിയത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു രീതിയിൽ റോഡ് ഷോ എന്ന രീതിയിലേക്ക് ഒരു അനൗൺസ്മെൻറ്റ്, അത് അത്തരമൊരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കൂടിയും അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന വഴികളിൽ ഇരുവശവും പ്രവർത്തകർ ഇവിടെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവർ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കടന്നു പോകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്ന ഒരു സമയത്ത് അവരുടെ തന്നെ ഒരു താരപ്രചാരകൻ ഇവിടേക്ക് വരുന്നു എന്നതാണ് അതാണ് അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നൽകുന്ന ആവേശം. അത് വലുത് തന്നെയാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം വേദിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് ഇതിന് ശേഷം മോദി എത്തുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കാട്ടാക്കടയിലാണ് പൊതുസമ്മേളനം ത്തിനായുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. അവിടെ നിന്നും വി വിനോദ് ചേരുന്നു. വിനോദ്, കാട്ടാക്കടയിലേക്ക് മോദി എത്തുമ്പോൾ വളരെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമൊക്കെ. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ചർച്ചാ വിഷയമാവുക? ഇന്ന് രാഹുൽ ഗാന്ധിയും കേരളത്തിലുണ്ട്, ഇടത് ദേശീയ നേതാക്കളുണ്ട്. അത്തരത്തിൽ ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു ദിവസം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം.
അശ്വതി, ഈ വർഷം തുടങ്ങിയ ശേഷം തന്നെ ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ 2ാമത്തെ സന്ദർശനമാണ് തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ന് അശ്വതി പറഞ്ഞതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ക്യാമ്പയിൻ അതിന്റെ ഭാഗമായാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ക്രിസ്ത്യൻ കോളേജിന് മുന്നിലാണ് ഉള്ളത്. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ SPGയുടെ അടക്കമുള്ള അംഗങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഒരാഴ്ചയിൽ കൂടുതലായി ഈ സുരക്ഷയുടെ മുന്നൊരുക്കങ്ങളുണ്ട്. കേരള പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ഈ നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ വരവ് അത് വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, ആ ജാഗ്രതാ നടപടികൾ അതെല്ലാം ഉള്ളപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് അദ്ദേഹം വരുന്ന ഇന്നത്തെ ഈ വേദിയുടെ പ്രത്യേകത തന്നെയാണ്. അത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, അതായത് പ്രധാനമന്ത്രി നേരത്തെയൊക്കെയും തിരുവനന്തപുരത്ത് എത്തിയാൽ അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം തന്നെ നഗര കേന്ദ്രീകൃതമായാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിലോ മറ്റോ ഒക്കെയാണ് ആ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പൊതുയോഗത്തിൽ വരുമ്പോൾ ആറ്റിങ്ങൽ ടൌണിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പരിപാടി എന്നതിനപ്പുറത്തേക്ക് കാട്ടാക്കടയിലേക്ക് വരികയാണ്. കാട്ടാക്കട നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് വരുമ്പോൾ ഇവിടെയുള്ള ജനവിഭാഗങ്ങളെ കുറിച്ചുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയോര മേഖല, കർഷക ജനത, പിന്നാക്ക വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. പ്രധാനമന്ത്രി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ് BJP രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്നതും. തങ്ങളുടെ പ്രധാനമന്ത്രി തങ്ങളുടെ നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രതീതി അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രചരണമായി മാറുന്നതും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെയും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്, മലയോര മേഖലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കഴിഞ്ഞ ദിവസം നടി ശോഭന വാർത്താസമ്മേളനം നടത്തുകയും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൂടുതൽ സുപരിചിതമായ മുഖങ്ങൾ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുമെന്ന് പാർട്ടി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് മറ്റൊരു നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലടക്കം ശശി തരൂരിന് വലിയ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങൾ, അസംബ്ലി മണ്ഡലങ്ങൾ എന്നത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങൾ കോൺഗ്രസിന് പരമ്പരാഗതമായി വലിയ വോട്ടുകൾ സമ്മാനിക്കുന്ന മണ്ഡലങ്ങളാണ്. 4 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയ ചരിത്രം. അവിടെയും ശശി തരൂരിനെ വിജയിപ്പിച്ചത് ഈ 3 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമായിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു മേഖല കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടേക്കൊരു വേദി മാറ്റുമ്പോൾ നാടാർ വോട്ടുകൾ അത് വളരെ സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഈ മേഖലകൾ, ഈ മണ്ഡലങ്ങൾ, നെയ്യാറ്റിൻകര, പാറശാല, കോവളം എന്നത് നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. തീരദേശത്തെ വോട്ടുകൾ, LC വോട്ടുകൾ BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള, അതായത് ആറ്റിങ്ങലിന്റെ ഭാഗം വർക്കല വരെയുള്ള ആ ഒരു മേഖലയിൽ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള പ്രചരണം LC മേഖലയിൽ നടത്തുന്നുണ്ട്, ലത്തീൻ മേഖലയിൽ നടത്തുന്നുണ്ട്. സമാന്തരമായി തന്നെ ഈ നാടാർ മേഖലയിലെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന വലിയ ലക്ഷ്യം, CSI സഭയെ ഒപ്പം ചേർക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം, ഇതെല്ലാം തന്നെ ഇങ്ങനെ ഒരു വേദി തിരഞ്ഞെടുക്കുന്നതിലെ പ്രത്യേകതയായി മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും വലിയ വിജയം BJP A+ മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ 2 സ്ഥാനാർത്ഥികളും വി മുരളീധരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഈ വേദിയിലുണ്ടാകും. മറ്റ് സാമുദായിക നേതാക്കളുടെ സാന്നിധ്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ്, 1:30 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുക. ഇവിടെ ഒരുക്കങ്ങൾ, ഈ പൊതുസമ്മേളനം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പാർട്ടി പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങളെ കൂടി പരമാവധി പങ്കെടുപ്പിക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ BJP നേതൃത്വം, ജില്ലാ നേതൃത്വം കൈക്കൊണ്ടിരുന്നു. ആ നിലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കുന്നത്.